അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. നമ്മളെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു വലിയ അപകടമാണ് പൂജ ഇപ്പൊ കാണിച്ചത്. ഇവനാരാണ്? നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? കാര്യം ഒരുത്തൻ എത്ര ചതിയനാണെന്ന് തെമ്മാടിയാണെന്ന് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാലും ഒരൊറ്റ ചിരിയിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരൊറ്റ ഗിഫ്റ്റിൽ വീട് പോകുന്നതാണ്. സീനിയേഴ്സിനോട് കുറച്ച് ബഹുമാനമൊക്കെ ആവും. കുടുക്കിയതാണ് പൂജ. ആ കുടുക്കി പോയി വീണ് കൊടുത്തല്ലോ പൂജ എന്ന് എനിക്ക് പറയാനുള്ളൂ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? കഴപ്പ്. ഇത് കേരളത്തിലെ എന്റെ പൊന്നാക്കിലെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കും ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് ചിലപ്പോ കുടുങ്ങിയ പോലെ കാണിച്ചതാണെങ്കിലും ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഞാൻ എന്റെ അടുത്ത കൂട്ടുകാരനെ പോലെയാണ്. ഞാൻ അവനെ ഇങ്ങനെ കെട്ടി അങ്ങ് പിടിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? അപ്പോ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ശ്യാം പറഞ്ഞതിന് ഞാൻ 100% റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ വന്താൻ തലവരവാ. അതാ നല്ലത്. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചാണ്ടല്ലോ. നമ്മള് രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ അത് എന്റെ തെറ്റല്ല. ക്രെഡിറ്റ് ആയിട്ട് എടുത്താൽ മതി. പാഞ്ഞു വരുന്ന ടിപ്പറിന്റെ അടുത്തും പട്ടിയുടെ അടുത്തും ഒന്നും ആരും നെഞ്ചും വിരിച്ച് നിൽക്കാറില്ല. ഓടാറേ ഉള്ളു. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.